അമേരിക്കയുടെ ഏറ്റവും നൂതനമായ ആളില്ലാ യുദ്ധവിമാന സംവിധാനങ്ങളിൽ ഒന്നാണ് MQ-9 റീപ്പർ ഡ്രോണുകൾ. അതിന്റെ വലിയൊരു ശേഖരമാണ് ഇറാൻ സൈന്യം തകർത്തെറിഞ്ഞത്. റിപ്പോർട്ടുകൾ പ്രകാരം സംഘർഷത്തിനിടെ കുറഞ്ഞത് 24 MQ-9 റീപ്പർ ഡ്രോണുകളാണ് അമേരിക്കയ്ക്ക് നഷ്ടമായത്. ഒരുപക്ഷെ ആ എണ്ണം 30 വരെ ആകാനും സാധ്യതയുണ്ട് എന്നാണ് ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് ഇവയിൽ പലതിനെയും വെടിവെച്ചിട്ടത്. കുറെയൊക്കെ മിസൈൽ ആക്രമണങ്ങൾക്കിടെയും നശിപ്പിക്കപ്പെട്ടു. ഇന്റലിജൻസ് ശേഖരണം, നിരീക്ഷണം, കൃത്യമായ ആക്രമണങ്ങൾ എന്നിവയ്ക്ക് നിർണായകമായി കണക്കാക്കപ്പെടുന്നതാണ് റിമോട്ട് പൈലറ്റഡ് ഡ്രോൺ സംവിധാനമായ MQ-9 റീപ്പേഴ്സ്. യുദ്ധത്തിന് മുൻപുള്ള കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അമേരിക്കയുടെ ശേഖരത്തിലുണ്ടായിരുന്നവയുടെ ഏകദേശം 20% ഡ്രോണുകളും ഇറാൻ യുദ്ധത്തിൽ തകർന്നിട്ടുണ്ട്. നിലവിൽ ഈ ഡ്രോണുകൾ US സൈന്യത്തിനായി നിർമ്മിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതിനാൽ തന്നെ നഷ്ടപ്പെട്ട ഡ്രോണുകൾക്ക് പകരം പുതിയത് കൂട്ടിച്ചേർക്കുക സാധ്യമല്ല എന്നാണ് കരുതപ്പെടുന്നത്. അതായത് അമേരിക്കയുടെ പക്കലുള്ള MQ-9 റീപ്പേഴ്സ് ഡ്രോണുകളുടെ ശേഖരത്തിൽ വലിയ കുറവുണ്ടാക്കാൻ ഇറാന് സാധിച്ചു എന്നർത്ഥം. ഇറാനിയൻ വ്യോമാതിർത്തിയിൽ യുദ്ധവിമാന പൈലറ്റുമാരെ നഷ്ടമാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു യുദ്ധസമയത്ത് വ്യാപകമായി MQ-9 റീപ്പർ ഡ്രോണുകൾ അമേരിക്ക ഉപയോഗിച്ചത്. എന്നാൽ അതിപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ വലിയ കെണിയായി മാറിയിരിക്കുകയാണ്. ജനറൽ ആറ്റോമിക്സ് എന്ന കമ്പനിയാണ് MQ-9 റീപ്പർ ഡ്രോണുകൾ നിർമ്മിക്കുന്നത്. ഡ്രോണുകളിൽ നൂതന സെൻസറുകളും ക്യാമറകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനു പുറമെ ഹെൽഫയർ മിസൈലുകളും JDAM ഗൈഡഡ് ബോംബുകളെയും വഹിക്കാനുള്ള ശേഷിയും MQ-9 റീപ്പർ ഡ്രോണുകൾക്കുണ്ട്. ഓരോ ഡ്രോണിന്റെയും നിർമ്മാണത്തിന് ഏകദേശം 325 കോടി രൂപ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. അത്രയും വിലമതിക്കുന്ന ഡ്രോണുകൾ നഷ്ടപ്പെടുക എന്നത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നതും.